ഹായ് ഓൾ, ദിസ് ഇസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് PDF ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം സോഹോ ബുക്സിൽ ടെംപ്ലേറ്റ് എഡിറ്റിംഗ് അവൈലബിൾ ആണ്. അതിന് പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് സോഹോ ബുക്സ് തന്നിട്ടുള്ള ആ ഒരു സർക്കിളിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് സെറ്റിംഗ്സിൽ നമ്മൾ PDF ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഏത് ടെംപ്ലേറ്റ് ആണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യാം. ഇത്ര ഓപ്ഷൻസ്. ഇപ്പോൾ ഞാൻ ഇൻവോയ്സ് ആണെങ്കിൽ ഇൻവോയ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ടെംപ്ലേറ്റ് ആണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ 18 ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഏത് ടെംപ്ലേറ്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം അത് എഡിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന ടെംപ്ലേറ്റ് തന്നെ എഡിറ്റ് കൊടുക്കുന്നു. എഡിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഈ ലെഫ്റ്റിൽ കാണുന്നതിന് 6 ഓപ്ഷൻസ് ഉണ്ട്. ജനറൽ, ഹെഡർ ആൻഡ് ഫൂട്ടർ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ടേബിൾ, ടോട്ടൽ, അതർ ഡീറ്റെയിൽസ്. ഇതേ ഓപ്ഷൻസ് തന്നെയായിരിക്കും കോമൺ ആയിട്ട് എല്ലാ ടെംപ്ലേറ്റ്സിനും. ഇപ്പോൾ കൊട്ടേഷൻ ആണെങ്കിലും സെയിൽസ് ഓർഡർ ആണെങ്കിലും എല്ലാത്തിനും ഈ ഓപ്ഷൻസ് തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഫസ്റ്റ് ജനറൽ നമുക്കിതിന് ടെംപ്ലേറ്റ് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റിൻ്റെ നെയിം കൊടുക്കുന്നു. ദെൻ പേപ്പർ സൈസ്, ദെൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ നമ്മൾ പ്രിൻറ്റിങ് ചെയ്യുന്നത് അത് ഓപ്ഷൻ കൊടുക്കുന്നു. മാർജിൻ്റെ നമുക്ക് ആ വിഡ്ത്തും ലെങ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ മാറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് ആണ്, അത് നമ്മൾക്ക് ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാൻ പറ്റും. ഫോൺ സൈസ് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻ ഇവിടെ പോസിബിൾ ആണ്. ആ പിക്ചറിൻ്റെ നമുക്ക് ആ പിക്ചറിൻ്റെ എവിടെയാണ് പൊസിഷൻ, സെൻറ്റർ ആണോ, ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണോ, റൈറ്റ് അലൈൻമെൻ്റ് ആണോ ആ ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മുടെ ഇപ്പോൾ ഇൻവോയ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഹെഡർ ആൻഡ് ഫുട്ടർ എന്നുള്ള ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഹെഡറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഹെഡർ കണ്ട് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഹെഡറിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലവർ അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സോ ഓർഗനൈസേഷൻ അഡ്രസ്സോ ഒക്കെ ചിലപ്പോൾ ഫൂട്ടറിലോ ഹെഡറിലോ ആഡ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്കിവിടെ പോസിബിൾ ആണ്. ദെൻ ഫൂട്ടറിലും ഇതേപോലെ തന്നെ ഉണ്ട്, നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെഡറിൻ്റെ എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതും പോസിബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വരുന്ന സമയത്താണ് നമ്മൾ ലോഗോ അപ്ലോഡ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കളർ, ഓർഗനൈസേഷൻ നമ്മൾ കൊടുക്കുന്ന ആ നെയിമിൻ്റെ കളറും ഫോൺ സൈസും നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മളെ കസ്റ്റമറിൻ്റെ നെയിമിൻ്റെയും ഫോൺ സൈസും നമുക്ക് കളറും ഫോൺ സൈസും മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ദെൻ ബിൽ ടു ഷിഫ്റ്റ് എന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഷിഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം, അൺടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ദെൻ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കോൺഫിഗർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഹെഡിങ് ആണ്, ടാക്സ് ഇൻവോയ്സ് ആണ്. നമുക്ക് ടാക്സ് വേണ്ട, ജസ്റ്റ് ഇൻവോയ്സ് മാത്രം മതിയെങ്കിൽ അത് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഫോൺ സൈസും ഫോൺ കളറും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിൽ കാണുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിലേതെങ്കിലും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈ ബിൽ നമുക്ക് കാണുന്നില്ല എന്ന് ചിലർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ടെംപ്ലേറ്റിൽ വന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെംപ്ലേറ്റിലേക്ക് വരുന്നുണ്ടാവും. ദെൻ ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു വിട്ടാണ് ചോദിക്കുന്നത്, വിട്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. നമുക്കിത് ഇപ്പം ഇതിൻ്റെ നമ്പറിൻ്റെ കോളം കുറച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ കോളം കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനനുസരിച്ച് അതിൻ്റെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു കോളം വേണ്ടതുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ നമ്മളത് ടിക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. ദെൻ ലേ ഔട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫോൺ സൈസും കളറും ചൂസ് ചെയ്യാൻ ഓപ്ഷനാണ് ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ടോട്ടലിലേക്ക് വരുന്ന മുമ്പ് ഈ ഒരു പോർഷനാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫോൺ സൈസും ഫോൺ കളറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ലേബലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പം ടാക്സബിൾ എമൗണ്ട് ഇവിടെ അൺടിക്കാണ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്കറ്റ് കൊടുത്താൽ മതിയാവും, അത് കാണിക്കുന്നുണ്ടാവും. ടാക്സസിലേക്ക് വരുന്ന സമയത്ത് ടാക്സിൻ്റെ സമ്മറി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്താൽ മതിയോ. അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം, അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. 3 ഓപ്ഷൻസാണ് നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ കസ്റ്റമൈസേഷനിലേക്ക് ഉള്ളത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും.